ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനായ സൗഭാഗ്യൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഈ ഇടവകയുടെ ഭരണ സമിതി അംഗങ്ങളെ, ഈ ആരാധനയോട് സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഈ ഇടവകയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടേണ്ടതുമായ ഒരു പെരുന്നാളായിട്ടാണ് ഈ പെരുന്നാളിനെ കാണുന്നത്. ഈ ഇടവകയാണ് 9 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിക്കപ്പെട്ടു. ആ നവതിയുടെ നിറവിലാണ് നാം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഈ ഇടവകയുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ 90 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാരണവന്മാർ ഇവിടെ ഒരു ദേവാലയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. 1925 എന്ന് പറയുന്നത് 1ാം ലോക മഹായുദ്ധകാലം ആരംഭിച്ച് അത് തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്.
എന്നാൽ മറ്റൊരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒന്നാം ലോകമഹായുദ്ധം 1914 ആരംഭിച്ച് 18 അവസാനിച്ചു. രണ്ടാം ലോകമഹായുദ്ധം 1939 ആരംഭിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയിലൊരു കാലഘട്ടമാണ് ഈ ദേവാലയത്തിന്റെ ആവിർഭാവം. സമൂഹത്തിൽ അന്ന് പട്ടിണിയും കൊടും ദാരിദ്ര്യം അനുഭവിക്കുന്ന കാലമാണ്. കാരണം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പാവപ്പെട്ട രാജ്യങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരെ അനുഭവിക്കുന്ന ദുരിതം നിസാരമായിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ രാജ്യം വിദേശ മേൽക്കോയ്മയുടെ കീഴിൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടനിലെ രാജ്ഞിയും ബ്രിട്ടനിലെ ഭരണാധികാരിമാരുമാണ് ഈ ഭാരതത്തിന്റെ ആ സമയത്തെ ഭരണ മേധാവികൾ. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ സന്തോഷവും സമാധാനവും ജനങ്ങളുടെ വികസനമോ അവരുടെ നല്ല ജീവിതമോ ഒന്നും ഭരണാധികാരിമാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമല്ല. അവർക്ക് ഈ രാജ്യം ഭരിക്കണം, ഈ രാജ്യത്തിൽ നിന്ന് കിട്ടാവുന്നത്ര ധനവും മറ്റ് വിധത്തിലുള്ള പ്രയോജനങ്ങളും നേടിയെടുക്കണം. അതിൽ കൂടുതൽ ഭരണാധികാരിമാർക്ക് താല്പര്യമില്ല. കാരണം ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല അവർ വിദേശ രാജ്യത്തെ പൗരന്മാരാണ്, വിദേശ രാജ്യത്തെ ഭരണാധികാരിമാരുമാണ്. പക്ഷെ അവരുടെ കോളനിയാണ്. ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം വളരെ ശക്തമായിരിക്കും. അങ്ങനെയുള്ളൊരു കാലമാണ് ഈ 1925 എന്ന് പറയുന്നത്. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1912 പരിശുദ്ധ ഭട്ടശേഖരൻ തിരുമേനി ഇവിടെ സഭയുടെ സ്വാതന്ത്ര്യം ലഭിക്കത്തക്കവണ്ണമുള്ള കാതോലിക്കത്തിന്റെ സ്ഥാപനം നടത്താൻ വേണ്ടത് ചെയ്ത് പരിശുദ്ധ തീർച്ചയായിട്ടുള്ള വന്ന് മലങ്കര സഭയെ ഒരു സ്വതന്ത്ര സഭയായി പ്രഖ്യാപിക്കുന്നു 1912. അത് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ ഒരു കാലയളവാണ്. അങ്ങനെയുള്ള ചരിത്രപരമായ സഭയുടെ ചരിത്രവും രാജ്യത്തിന്റെ ചരിത്രവും ഒക്കെ ഒരു പ്രത്യേക സന്ദർഭത്തിലായിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള വിശ്വാസികൾ, ഇവിടെയുള്ള നമ്മുടെ സഭയുടെ മക്കൾ ഇവിടെ ഒരു ആരാധനാലയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ 90 വർഷം കഴിയുമ്പോൾ അതിന്റെ സമാപന സമ്മേളനമാണ് ഇന്ന് നടത്തപ്പെടാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പല പരിപാടികളിലൂടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ കാലങ്ങളിലൊക്കെ ഇതിന്റെ കഴിഞ്ഞ കാല സ്മരണകൾ നമ്മൾ മനസ്സിലാക്കി ഓർക്കേണ്ടതാണ്. അത് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് നന്ദി ഉള്ളവരായിരിക്കുകയും ചെയ്യണം. ഇത് നമ്മൾ പൊതു ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ ഏകദേശം 90 വർഷം എന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിന്റെ പഴയ ഓർമ്മകൾ ഒരുപക്ഷെ വായനയിലൂടെ കേട്ടറിവിലൂടെ നമുക്കൊക്കെ ഉണ്ടാകും. ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ അടുത്ത കാലഘട്ടങ്ങളിലെ നമ്മുടെ ദേവാലയം എങ്ങനെയൊക്കെയാണ് വികസിക്കേണ്ടത്, ആധ്യാത്മികമായ ഭാവം എത്രമാത്രം ബലപ്പെടണം, എന്തെല്ലാം വെല്ലുവിളികളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വിദേശ ഭരണാധികാരിമാരൊന്നുമില്ല, സഭയ്ക്കുമില്ല, രാജ്യത്തുമില്ല, ജനാധിപത്യമാണ്. പക്ഷെ ജനാധിപത്യം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന സുഖകരവുമാണ്. സാധാരണക്കാരന്റെ ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെന്ന് പ്രസംഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത്. പ്രസംഗമാക്കിയാണെങ്കിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ആദ്യമൊക്കെ ഒത്തിരി കടിക്കൂടി പറയും. പക്ഷെ സാധാരണക്കാരന്റെ ജീവിതം ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ് എന്ന് പറയുന്നത് അധികം പറ്റാണെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്? ആധ്യാത്മികമായ വെല്ലുവിളികൾ എന്താണ്? എങ്ങനെയാണ് ഈ വെല്ലുവിളികൾ നമുക്ക് അതിജീവിക്കാൻ നോക്കുക?
ദൈവത്തെ പുറത്താക്കി മനുഷ്യൻ ജീവിക്കാൻ ഒക്കുമോ? ദൈവത്തെ പൂർണ്ണമായും നിഷേധിച്ച് ദൈവം എനിക്ക് ആവശ്യമില്ല, വല്ലവരൊക്കെ അവിടെ നമുക്ക് നോക്കുന്നതായിരിക്കും. അങ്ങനെ ദൈവം വേണ്ട അങ്ങനെ പിറവിക്കുന്നവർ പോലും ജീവിതത്തിൽ ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ വരുമ്പോൾ എന്റെ ദൈവമേ എന്ന് വിളിക്കാത്തവരാരും കാണുകയില്ല. അങ്ങനെ ഘട്ടം വരുമ്പോൾ ഇന്ന് ലോകത്തിലെ നന്മയുടെ അംശം കുറഞ്ഞു വരികയാണ്. മൂല്യങ്ങൾക്ക് യാതൊരു വിലയില്ലാതായി, അതെല്ലാം ആകെയായിരിക്കും. നുണ പറയരുത്, അതുപോലെ തന്നെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. കവർച്ചകൾക്ക് നാം കൗശലങ്ങൾക്ക് സൂത്രം ഒന്നും ചെയ്യരുത്, ആരെയും ഉപദ്രവിക്കരുത്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ഇങ്ങനെ ഒട്ടേറെ മൂല്യങ്ങൾ നമ്മുടെ കാരണവന്മാരും മാതാപിതാക്കളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ സൗന്ദര്യപൂർവ്വം മറക്കുന്ന കാലം. നമ്മൾ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ധനം സമാഹരിക്കേണ്ടത്, ധനം എങ്ങനെയൊക്കെ സമാഹരിക്കാം, അത് ഏത് മാർഗങ്ങൾ വേണ്ടി സ്വീകരിക്കാം. മാർഗത്തിന് പ്രത്യേകിച്ച് നിബന്ധനയൊന്നുമില്ല. ധനം സ്വീകരിക്കണം, ധനം ഉണ്ടാക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ആലോചിക്കുന്നത്, തത്രപ്പെടുന്നത്, കാര്യങ്ങൾ കൗശലത്തോടെ കൈകാര്യം ചെയ്യും. ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ച് നമുക്ക് ദൈവത്തോടൊന്ന് ചേർന്ന് ഒന്ന് ജീവിക്കാൻ ശ്രമിച്ചാലോ? അത് കൃത്യമായിട്ടാണ് ജീവിക്കാൻ നമുക്ക് അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും. ഈ പരിശുദ്ധ ദേവാലയം മാർ ഇഗ്നാത്തിയോസ്, ഈക്കടുത്ത മാർ ഇഗ്നാത്തിയോസ്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത. അദ്ദേഹം അതായത് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിശേഷണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ കർത്താവ് തോളിൽ വാരിയെടുത്ത് എല്ലാവർക്കും ഒരു മാതൃകയായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു കുഞ്ഞിനെ തോളിലെടുത്ത് കൈകളിലെടുത്ത് മാതൃക ഈ കുഞ്ഞിനെ പോലെ എന്തായാലും ആകണമെന്ന് പറഞ്ഞ ആ കുഞ്ഞാണ് ഈ പരിശുദ്ധ ഇഗ്നാത്തിയോസ് സകല പിതാവ് എന്നാണ് പിതാക്കന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ ഇഗ്നാത്തിയോസ് പിതാവിന്റെ നാമത്തിലുള്ള ദേവാലയം അദ്ദേഹം ജീവിതത്തിലെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുകയും ചെയ്തതാണ്. അത്രയും ഒരു മഹാപരിശുദ്ധത്തെ നാമം സ്മരിച്ചുകൊണ്ടാണ് എല്ലാ ആരാധനയും ഇവിടെ നടത്തപ്പെടുന്നത്. ദൈവത്തെ മാത്രം സ്നേഹിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുകയും ആ മരണം മഹാഭാഗ്യമാണെന്ന് കരുതുകയും ചെയ്ത ഒരു മഹാപിതാവ്. അങ്ങനെയുള്ള പിതാവിന്റെ നാമം ഉച്ചരിക്കുന്നത് തന്നെ നമുക്ക് ഭാഗ്യമാണ്. നമ്മുടെ മനസ്സിനകത്തെ മാലിന്യങ്ങളുടെ ചിന്തകൾ ഒരു നിമിഷമെങ്കിലും ഈ പരിശുദ്ധന്റെ നാമം ഉച്ചരിക്കുമ്പോൾ ആ മനസ്സ് അല്പം ശുദ്ധമായിരിക്കും. അത് അതിലെ കുറെ മാലിന്യങ്ങൾ ആ ഉച്ചാരണം കൊണ്ട് തന്നെ നമുക്ക് അത് വെടുപ്പും വിശുദ്ധിയിലേക്കും അല്പം ഒരു ചെറിയ ശതമാനമെങ്കിലും ചെന്നെത്താൻ ഇടയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഇടവക പൂർണ്ണമായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയും മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സമാധാനപൂർണമായ സന്തോഷപൂർണമായ ജീവിതം നയിക്കുവാൻ നമ്മുടെ ഈ ദൈവാശ്രയത്തിലൂടെ നമുക്ക് സാധിക്കുകയാണ്. നമ്മുടെ വിചാരം കുറേ ധനം സമ്പാദിച്ചാൽ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ കഴിയുമെന്നാണ് കുറെ പേരെങ്കിലും കാരണം എനിക്ക് തോന്നുന്നു. ശുദ്ധ അബദ്ധമാണ്. എത്ര ധനം സമ്പാദിച്ചില്ലെങ്കിലും മനസ്സിന്റെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന വലിയ ഒരു ദാനവും അനുഗ്രഹവുമാണ്. അത് ധനം ഉണ്ടായാലും ഇല്ലേലും ദൈവത്തിന്റെ ദാനവും ദൈവത്തിന്റെ അനുഗ്രഹവുമായിട്ട്
ഈ സമാധാനം എന്ന ജീവിതം നമുക്ക് ഉണ്ടാകണം. അതാണ് ഈ ജൂബിലി ആഘോഷത്തെ കുറിച്ച് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. രണ്ടാമത്, 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ 2015 നമ്മിൽ നിന്ന് അങ്ങ് കടന്നു പോകും. ഒരു വർഷത്തേക്ക് നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മളങ്ങോട്ട് പ്രവേശിക്കാൻ പോകാൻ. ആ പ്രവേശിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല ആലോചനകൾ, തീരുമാനങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യക്തിഗത അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ കാണും. പക്ഷേ അത് ആദ്യത്തെ ദിവസമോ ആദ്യത്തെ ആഴ്ചയിലല്ല വേണ്ടത്. വർഷത്തോട് മുഴുവൻ ദിവസങ്ങളും ജീവിതത്തിലെ ദൈവമുള്ള ജീവിതമായി നയിക്കാൻ നമുക്ക് ഇടയാകും. ദൈവത്തിലെ വചനങ്ങൾ നമ്മെ നയിക്കുന്ന രീതിയിലാണ്. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പാരായണം ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ അനുഷ്ഠാനങ്ങൾ ഒന്നും മുടങ്ങി പോകാൻ വരരുത്. നമസ്കാരം മുടങ്ങി പോകാൻ വരരുത്. നല്ല കാര്യങ്ങൾ ചെയ്യാതെയാണ് ഞങ്ങൾക്ക് സൗകര്യം തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥന. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ ഒരുക്കം ഇതിലൂടെ വേണം ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. ഈ 2015 ജീവിതത്തിന്റെ ഓടിച്ച് നടത്താനുള്ള ദിവസങ്ങളാണിത്. കണക്ക് മാത്രമല്ല ഓടിക്കുകയും ബിസിനസ്സിൽ കണക്ക് ഓടിക്കുകയും ലാഭമാണ് നഷ്ടമാണെന്ന കാര്യങ്ങൾ മാസം അവസാനത്തേക്ക്. പക്ഷേ ജീവിതത്തെ പൂർണ്ണമായി ഓടിച്ച് ചെയ്യാൻ നമുക്ക് ഈ നാടുകൾ ഇടയാകും. പരാജയങ്ങൾ, വിജയങ്ങൾ, ദുരന്തങ്ങൾ, വേദനകൾ, മഹാസന്തോഷം പറഞ്ഞ അനുഭവങ്ങൾ ഒക്കെ ഈ കടന്നു പോകുന്ന വർഷത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ നാം ഒരു ദൈവീകമായ കാഴ്ചപ്പാടിലൂടെ അതെല്ലാം നേരിടാൻ സാധിക്കണം. കർത്താവിന്റെ ജനനവും കന്യാമറിയാമിനെ അനുഭവിച്ച നൊമ്പരങ്ങളും ദുഃഖങ്ങളും ഒളിച്ചോട്ടവും ഒക്കെ നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ നേരിടുന്ന സന്തോഷം നിറഞ്ഞ അനുഭവത്തിനും ഏറ്റവും ദുഃഖം നിറഞ്ഞ അനുഭവത്തിനും ഒക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ദൈവത്തിനുണ്ട്. അതില്ലാത്ത ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നത് സന്തോഷമായാലും ദുഃഖമായാലും അതൊക്കെ അനുഭവിച്ച ആരെങ്കിലും ഈ വേദപുസ്തകത്തിൽ ഉണ്ടോ എന്നൊന്ന് പരിധി നോക്കിയാൽ കണ്ടെത്തും. അതിനോട് ചേർന്ന് ചിന്തിക്കാൻ നമുക്ക് ഇടയായാൽ തീർച്ചയായും നമുക്ക് മനസ്സമാധാനം ലഭിക്കും. ദൈവമാണ് നമ്മുടെ ജീവിതത്തിന് പൂർണ്ണ സമാധാനവും സംരക്ഷണവും തരുന്നത് എന്ന് വിശ്വസിക്കുകയും അതിനൊത്തവണ്ണം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമുക്കുണ്ട്. ആ വെല്ലുവിളികൾ ഒന്നും കൊണ്ട് ആധുനിക ജീവിതത്തിന് കോട്ടം വരുത്തുവാൻ ഇടയാകരുത്. നോമ്പനുഷ്ഠിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ കുമ്പിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ കുറെ അനുഷ്ഠാനങ്ങൾ നമുക്കുണ്ട്. ആ അനുഷ്ഠാനങ്ങളൊക്കെ ആരോഗ്യം അനുവദിക്കുന്നതിനനുസരിച്ച് പൂർണ്ണമായി ഇതെല്ലാം അനുഷ്ഠിക്കുവാൻ പക്ഷേ മനുഷ്യ ജീവിതത്തിൽ ആരോഗ്യത്തിന് പ്രശ്നം കാണാം. അതനുവദിക്കുന്നതനുസരിച്ച് ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി പരിശീലിച്ച് ആവർത്തിച്ച് നാം ഒരു ആധ്യാത്മികമായ ജീവിതത്തിന് ഒരുക്കം ഉണ്ടാക്കണം. അതാണ് അങ്ങനെയാണ് ആത്മീയ ജീവിതം ബലപ്പെടുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ഈ അവധി ആഘോഷത്തിന്റെ ഒരു സമാപന സമ്മേളനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ ഇത് കഴിഞ്ഞ് പാലക്കാട് ജില്ലയിലെ ഒരു അകന്ന സ്ഥലത്തേക്കാണ് എനിക്ക് ഇന്നത്തെ വൈകിട്ടുള്ള ഒരു കാര്യം അത്യാവശ്യ പ്രോഗ്രാം ചെയ്യാൻ എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം എന്നെ പോകാൻ അനുവദിക്കണമെന്ന് ഞാൻ പ്രിയപ്പെട്ട അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടവകയുടെ ഈ നവതി ആഘോഷങ്ങൾ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തെന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, വിശ്വാസം
ജീവിതവിജയം നേടിയിടണമേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട്. അടികളെയും തൻ കോപത്തിൽ വടികളെയും കൈക്കൊണ്ടിട്ടുള്ള വഴിയാകാരങ്ങളും അനുഗ്രഹങ്ങളോടും കൂടെ യേശുദാസത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ വരവേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടു കൂടി പോകുകയും സമീപസ്ഥരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ കർത്താവിന്റെ ഞങ്ങളുടെ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധമാമോദിസാരവുമായാൽപ്പെടുമേ. ഈ തരത്തിൽ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി കുറെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ സമാധാനത്തോടുകൂടി പോവുകയും എല്ലാവർക്കും ഞങ്ങൾക്ക് നിരീക്ഷിക്കുകയും ചെയ്യും. അവിടുത്തെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാനേ. വിശുദ്ധ ശേഷം ദേവാലയത്തിലുള്ള പ്രതീക്ഷ ആരംഭിക്കുകയാണ്. ദേവാലയത്തിൽ എല്ലാവരും രണ്ടിലായിട്ട് പടിഞ്ഞാറേ വാതിൽ വഴി പുറത്തേക്ക് വരുന്ന നമ്മുടെ ദേവാലയത്തിന്റെ സമീപത്തുള്ള കുരിശടിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിഹരിച്ച് വീണ്ടും നമ്മുടെ ദേവാലയത്തിന്റെ മുറ്റത്തെത്തിയിട്ട് പള്ളിക്ക് ചുറ്റും പ്രതീക്ഷ നിൽക്കുന്നു. നമ്മുടെ വാങ്ങുന്നവരെ ഓർത്ത് നമ്മുടെ കണ്ണുകളിൽ
ശത്രുക്കളെ Crucifixion,